ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിൽ നാടൻ കോഴിക്കറി ഉണ്ടാക്കിയാലോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്യണേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം കേട്ടോ. കൂടെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. പാനിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നല്ലതുപോലെ ചൂടാവട്ടെ. അപ്പോൾ നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത് തക്കോലം ഒരെണ്ണമാണ് കേട്ടോ ആഡ് ചെയ്തത്. ഈ ഒരളവിൽ കറുവാപ്പട്ട ആഡ് ചെയ്യുന്നുണ്ട്. 3 ഏലയ്ക്ക, 2-3 ഗ്രാമ്പു. ഈ ഒരളവിലാണ് സ്പൈസസ് ചേർക്കുന്നത്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നല്ലൊരു ടേസ്റ്റും മണവും ആയിരിക്കുവേ. പിന്നെ എടുത്തിട്ടുള്ളതാണ് സവോള. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. സോ ഒരു 4 സവോളയാണ് നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് സവോള നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാനൊന്ന് ഇളക്കി വെച്ചിട്ട് അടച്ച് വെച്ചാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ സവോളയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടുകയും ചെയ്യും. ഞാനിവിടെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റോളം ആയിട്ടുണ്ട്. തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്നതാണ് പച്ചമുളക്. 4 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഒരു 1/4 ഭാഗം നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ആഡ് ചെയ്യുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ചെറിയ ടേബിൾ സ്പൂൺ അളവിൽ ഒരു 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് ഒന്നും കൂടെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെക്കുന്നുണ്ട്. 3 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ ഗായ്സ്, നല്ലതുപോലെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സവാളയൊക്കെ കളറൊക്കെ നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട്. ഇങ്ങനെ കിട്ടണം കേട്ടോ. അടച്ച് വെക്കുമ്പോഴാണ് പെട്ടെന്ന് നമുക്കിത് വഴണ്ട് കിട്ടുന്നതും വെന്ത് വരുന്നതും ടേസ്റ്റും കൂടും കേട്ടോ. അപ്പോൾ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ആഡ് ചെയ്യുന്നതാണ് മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 കിലോ ചിക്കൻ എടുത്തിട്ടുള്ളതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് അതിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണേ. അടുത്തതായി വേണ്ടുന്നതാണ് മുളക് പൊടി. ഇത് 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. കൂടെ തന്നെ കാശ്മീരി മുളക് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി 1 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. എല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഈ പൊടിയുടെയൊക്കെ പച്ച മണം ഒന്ന് മാറണം കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ആ സവോളയിലും എല്ലാം കിടന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 3 മിനിറ്റ് നേരം നല്ലതുപോലെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഏകദേശം 3 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ മസാല എല്ലാം നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ തോർത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പൊടി ഐറ്റം അതുപോലെ സവോള എല്ലാത്തിലും നമ്മുടെ ചിക്കൻ പീസ് നല്ലോണം ഒന്ന് മിക്സായി വരണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു ഗ്രേവി എല്ലായിടും ഒന്ന് പിടിക്കുന്നത്. സോ നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് നേരം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് സെറ്റായി വരുന്നത്. വളരെ പതുക്കെ മാത്രം നമ്മൾ മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ പീസസൊക്കെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം ഇതിലെ പ്രധാന ചേരുവയാണ് ഈ ഒരു ചതച്ച കുരുമുളക്. അപ്പോൾ ഒരു പിടിയോളം കുരുമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. ചതച്ചാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുരുമുളക് പൊടിയാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ചതച്ച് ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കുരുമുളക് ഇല്ലാത്ത ഒരു ചിക്കൻ കറി നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ലല്ലേ. അതിനുശേഷം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ആ ഒരു കുരുമുളകും തക്കാളിയും കൂടെ എല്ലായിടും ഒന്ന് പറ്റി പിടിക്കണം കേട്ടോ. അതിലേക്കായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് നേരം മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ അടച്ച് വെക്കുന്നത്. അപ്പോൾ 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ
കുറച്ച് വെള്ളമൊക്കെ ഊറി ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കനിൽ നിന്ന്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പേരിൽ അതുപോലെ നാടൻ കോഴിയും കൂടെ ആയതുകൊണ്ട് തന്നെ ഒത്തിരി വേവുണ്ട്. 1 മണിക്കൂർ നമ്മൾ വേവിക്കണം, എന്നാൽ മാത്രമേ നല്ലതുപോലെ വെന്ത് വരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ തിളച്ച വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്യാൻ പോകുന്നത്. നല്ലതുപോലെ വെന്ത് വരുന്നതിലേക്കായിട്ടാണ് കേട്ടോ ഇത്രയും വെള്ളം ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനി നല്ലതുപോലെ വറ്റിച്ചെടുക്കും നമ്മൾ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേവി കുറയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ടേ. ജസ്റ്റ് ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്കിനി അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനി 1 മണിക്കൂർ നമ്മൾ നല്ലതുപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ മാത്രമേ ഈ ഒരു നാടൻ കോഴി നല്ലതുപോലെ വെന്ത് വരത്തുള്ളൂ. ഞാനിവിടെ 1 മണിക്കൂർ വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടപ്പൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുവാണ്. അങ്ങനെ 1 മണിക്കൂർ നല്ലതുപോലെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരാം. അങ്ങനെ 1 മണിക്കൂർ നല്ലതുപോലെ നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കാണുമ്പം തന്നെ അറിയില്ലേ, സൂപ്പറായിട്ട് ഗ്രേവിയൊക്കെ വറ്റി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടുന്ന കണക്കിനായി വന്നിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് നമ്മൾ ഈ ഒരു സമയത്ത് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുവാണേ. കണ്ടില്ലേ, ആ ഒരു തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു മണമുണ്ട്. കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു പൊടിക്കൈയും കൂടെ ബാക്കിയുണ്ടേ. അതിലേക്കായിട്ട് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനൊക്കെ നല്ലതുപോലെ ചൂടാവുമ്പോൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെയും ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാവുമ്പോൾ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും എരിവ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ പേരിലാണ് ഇത്രയും എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടുന്നത് അതിനനുസരിച്ച് എടുത്താൽ മതിയാവുമേ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചില്ലി ഫ്ലേക്സൊക്കെ ഒന്ന് മൂത്ത് വരണം കേട്ടോ. ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരണം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ഈ ഒരു ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചില്ലി ഫ്ലേക്സൊക്കെ കൂടി ആഡ് ചെയ്യുമ്പോഴേ ചിക്കന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലേ നമ്മുടെ ചിക്കൻ കറി റെഡിയാണ്. നമ്മുടെ നാടൻ കോഴിക്കറി റെഡിയാണ്. ഇവിടേക്കുള്ള മണം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണേ. ഏറ്റവും അവസാനം കുറച്ച് മല്ലിയിലയും കൂടെ വിതറിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആൻഡ് അടച്ച് വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.